Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തേത് ഒരു പഴവും 2 മുട്ടയും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഈവനിംഗ് സ്നാക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ വലിയൊരു പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ട്ടോ. ഇതുപോലെ നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി സ്ലൈസ് ചെയ്തെടുക്കൂലേ, അതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 2 മുട്ട ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഏലക്കായപ്പൊടി ചേർക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏലക്കായപ്പൊടി ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പഴമൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാത്ത മധുരം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്പൂണിന് 1.5 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അലിയിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. നെയ്യിൽ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പഴങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നെയ്യിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ നെയ്യൊന്ന് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിവിടെ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഈ ഒരു നെയ്യിലിട്ടിട്ട് ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഈ ഒരു പാനിൽ തന്നെ കുറച്ചുകൂടെ ഒരു നെയ്യാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം മതി. ഈ നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പഴം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പഴങ്ങളെല്ലാം ഇതുപോലെ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ പഴങ്ങളും വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള മുട്ട കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മക്കളൊക്കെ എന്തെങ്കിലും പലഹാരമൊക്കെ ചോദിക്കുന്ന സമയത്ത് വളരെ വേഗത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്